ചേച്ചി ക്ലാസ് അറ്റൻഡ് ചെയ്യുവോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. പ്രേയർ ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞേ? ടീച്ചർ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി ആണോ സൈക്കോളജി ആണോ? സൈക്കോളജി. ഷെയർ ചെയ്യട്ടെ. ഓക്കെ, സൈക്കോളജിയെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞോളൂ. പണ്ട് കാലത്തെ ഒരു ടാബു ആയിരുന്നു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതൊക്കെയൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ കാരണമുള്ള രീതിയിൽ. പക്ഷെ ഇപ്പം വളരെ പോസിറ്റീവായിട്ട് ആളുകൾ സൈക്കോളജി കണ്ടു കഴിഞ്ഞു. അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ റീഡ് ചെയ്ത് തുടങ്ങിയായിരുന്നോ? തുടങ്ങിയായിരുന്നു. നമ്മൾ കുറെ സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കണ്ടിരുന്നു അല്ലെ? അവരെല്ലാം എല്ലാരും തന്നെ ചൈൽഡ് സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ്. അതുകൊണ്ടാണ് ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് അവർ വളരെ ഓതന്റിക് ആയിട്ട് അവർ സംസാരിച്ചത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ, അത് വായിച്ച ആ പാരഗ്രാഫ് എല്ലാം കഴിഞ്ഞതായിരുന്നു. ഓക്കെ ഫൈൻ. ഐശ്വര്യ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾക്ക് PDF എന്നുള്ളത് റെഫറൻസ് മാത്രമാണ്. അതിലെ കാര്യം മാത്രമല്ല നമ്മൾ വായിച്ചുകൊണ്ടേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതും റിലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് പോകണം. മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി ഒന്നുമല്ല നമ്മുടെ കോഴ്സ്. ആ രീതിയിൽ ഒരിക്കലും കോഴ്സിനെ കാണരുത്. നമ്മളൊരു ലൈഫ് ലേണിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് റീഡ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ വി ആർ കണക്ടിങ് വിത്ത് ഓൾ ദ തിങ്സ്. എല്ലാമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ പോകണം. അതുകൊണ്ടാണ് നമ്മൾ 5 സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യം പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റിൽ അവരുടെ പേര് അവിടെ അവിടെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ സൈക്കോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. പഴയ പോലെയല്ല ആൾക്കാർ ഇപ്പൊ സൈക്കോളജിസ്റ്റിനെ കാണുന്നതും അതിലൊക്കെ വളരെ പോസിറ്റീവായി എടുക്കുന്നു. കാരണം ഇപ്പോ ഒരു അഡൾട്ട് എന്ന നിലയിൽ എനിക്കിപ്പോ ഒരു പ്രശ്നം വന്നു, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പോകും അല്ലെ? അപ്പൊ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലോ അത് അവരുടെ ഉള്ളിൽ ഒതുക്കി അവരത് ഉള്ളിൽ ഷെയർ ചെയ്യുക. ഐശ്വര്യയുടെ വോയിസ് ബ്രേക്ക് ആവുന്നല്ലോ, ക്ലിയർ ആവുന്നില്ല. എനിക്ക് മാത്രമാണോ അറിയില്ല കേട്ടോ, ഇവിടുത്തെ പ്രശ്നമാണോ അറിയില്ല. ക്ലിയർ അല്ല, വ്യക്തമാവുന്നില്ല എന്താ പറയണെന്നുള്ളത്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. നമുക്ക് കുട്ടികളാണെങ്കിൽ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല ഇത് ആരോട് പോയി പറയണം എന്നുള്ളത്. അവരങ്ങനെ പറയണമെങ്കിൽ അവരെ അതുപോലെ കെയർ ചെയ്യുന്ന, അവരെ
മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അവർ പറയും. അവർക്ക് ആ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന ആളുടെ അടുത്ത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കണക്റ്റഡ് ആകുന്ന കുട്ടികൾ, നമ്മുടെ വീട്ടിലാകാം, നമ്മുടെ നൈബർഹുഡ് ആകാം, നമ്മൾ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളായിരിക്കാം, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളായിരിക്കാം, വട്ടവർ എത്തി അങ്ങനെ വരുന്ന കുട്ടികളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ അവരുമായിട്ട് എപ്പോഴും നമ്മളൊരു നല്ലൊരു ബന്ധം, ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. പക്ഷെ അവർക്ക് എന്ത് നമ്മളുടെ അടുത്ത് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ്, ആ സ്പേസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ഓപ്പൺ ആയിട്ട്. കാരണം അവരെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ അവർക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കണം. അവരെത്ര വലുതായാലും എന്തൊക്കെ ഇമോഷൻസ് സൈഡിലൂടെയോ ഫീലിങ്സിലൂടെയോ അവർ കടന്നു പോകുമ്പോഴും അവർ ആദ്യം വന്ന് നമ്മുടെ അടുത്തായിരിക്കും ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം എന്നറിയാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മളുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആസ് ആൻ അഡൾട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പൊ സൈക്കോളജി നമ്മൾ പറയാൻ വന്നപ്പോ പലപ്പോഴും ആളുകൾക്കുള്ള ഒരു സംശയമാണ്, ഈ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ആരുടെ അടുത്ത് പോകണം? സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം, സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകണം? എന്താ ഡിഫറൻസ്? ആർക്കെങ്കിലും അറിയും? സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും. മാം, സൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ കൗൺസിലിംഗ് ഒക്കെ നടത്ത അങ്ങനെയാണോ? ഞാൻ ചോദിക്കുക, എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുവാണോ? അതിന്റെ ഡിഫറൻസ് എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ രണ്ടുപേര് ആരുടെ അടുത്തായിരിക്കണം ഞാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു ആൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ ആരുടെ അടുത്തായിരിക്കണം പോകേണ്ടത് എന്നുള്ളൊരു സംശയം തോന്നിയിട്ടില്ലേ? കൺഫ്യൂഷൻ. ആരുടെ അടുത്ത് നമ്മൾ ഹെൽപ്പിന് പോകണം എന്നൊരു സംശയം തോന്നും അല്ലെ? സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ സൈക്കോളജിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു മെഡിക്കൽ ഡോക്ടർ അല്ല. എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞ MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാണല്ലേ, പിന്നെ സ്പെഷ്യലൈസ് ചെയ്യും. അങ്ങനെ ഒരു മെഡിക്കൽ ഡോക്ടർ അല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു റെക്കഗ്നൈസ്ഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം അതുപോലുള്ള കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയായിരിക്കും. മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം അദ്ദേഹം ഒരു റെക്കഗ്നൈസ്ഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിരിക്കും. ആരായാലും, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും. പക്ഷെ ഒരു മെഡിക്കൽ ഡോക്ടർ അല്ല. പക്ഷെ നല്ലപോലെ ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തിയായിരിക്കും ഈ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസിൽ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാനും അതിനു വേണ്ടുന്ന റെമഡി സജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു നോളജ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് സൈക്കോളജിസ്റ്റ്. പക്ഷേ അദ്ദേഹത്തിന് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഡോക്ടർ അല്ല. അതുകൊണ്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് അദ്ദേഹത്തിനില്ല. പക്ഷെ ഹീസ് ഹാവിങ് വെരി ഗുഡ് നോളജ്, നല്ല നോളജ് ഉള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. നമുക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ഭയങ്കരമായ വറീസ്, എപ്പോഴും ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, പല ചലഞ്ചസ് ഉണ്ട്, നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന പല ചലഞ്ചസ് ഉണ്ട്. അങ്ങനെ ഒരു കേസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും ആൻസൈറ്റി പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം മോർണിംഗ് 9 to 5 ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, പക്ഷെ പണ്ടത്തെ പോലെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര എന്തൊക്കെയോ ആൻസൈറ്റി പ്രോബ്ലംസ്, അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. വീട്ടിലും നമുക്ക് അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, സ്വന്തം കാര്യങ്ങൾ തന്നെ ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, നമുക്ക് സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ്, റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് അതൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളെ തന്നെ ചിലപ്പോൾ മനസ്സിലാകുന്നില്ല, നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ എന്തോ സുഖമില്ലാത്ത രീതിയിലുള്ള ഇഷ്യൂസ്, ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ വരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് സൈക്കോളജിസ്റ്റിനെ
കൺസൾട്ട് ചെയ്യാം. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും വളരെ സിവിയർ അല്ല. അതായത് നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്ന പോലെ വളരെ സിവിയർ അല്ല. അതായത് മരിക്കണം അങ്ങനത്തെ തോട്ടൊന്നും വരുന്ന രീതിയിലുള്ള സിവിയർ കണ്ടീഷൻസ് ഒന്നുമില്ല. അങ്ങനത്തെ കേസസിലൊക്കെയാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്. ഇനി സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. MBBS പ്ലസ് സൈക്യാട്രി ട്രെയിനിങ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല പോലെ സൈക്കോതെറാപ്പിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ഡോക്ടർ അദ്ദേഹം മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് ആള് ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. ആൾക്ക് തെറാപ്പി ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ മെഡിക്കേഷൻസ് കൊടുക്കില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിൻഡ് MBBS ഡോക്ടർ, സൈക്യാട്രി ട്രെയിനിങ് ഉള്ള ഒരു ഡോക്ടറും ഈ കുട്ടിയും കൂടിയാണ് ക്ലിനിക്ക് റൺ ചെയ്യുന്നത്. അപ്പൊ മെഡിസിൻസ് ആ ഡോക്ടർ ആവശ്യമെങ്കിൽ ആ ഡോക്ടർ മെഡിസിൻസ് എഴുതും, ഈ കുട്ടി ബാക്കി തെറാപ്പീസ് ഒക്കെ ചെയ്യും. മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും. സൈക്യാട്രിസ്റ്റിനാണ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവള് സൈക്കോളജിയുടെ കുറെ കോഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവള് ഇപ്പൊ അതിന്റെ എക്സാമൊക്കെയും കഴിഞ്ഞ് അവളിങ്ങനെ ഓൺലൈനായിട്ട് സൈക്കോളജിസ്റ്റിന്റെ കുറെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, പിന്നെ ഒരുപാട് പേര് ഷെയറിങ് ചെയ്യാനും അവരുടെ കുറെ പ്രശ്നങ്ങൾ അവളിങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് സംസാരിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാം. അപ്പൊ ഒരുപാട് പേര് അവള് വിളിക്കാറുണ്ട്, എനിക്കൊന്ന് പ്രശ്നങ്ങൾ പറയാനാണ്, എനിക്ക് ആരും സംസാരിക്കാനില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് സംസാരിക്കും. അപ്പൊ അവൾക്ക് ഇപ്പൊ സമയമില്ല അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട്. അപ്പൊ ഓരോരുത്തരുടെ വിഷമങ്ങൾ പറയും. മരുന്നൊന്നല്ല, അവർക്ക് ഇങ്ങനെ കേട്ടിരിക്കാനാണ്, ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞ പോലെ ഹീലിംഗിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങളും, അപ്പൊ അവർക്ക് എന്തെങ്കിലും ചിലപ്പോ അവരെ കേട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംസാരിക്കുന്നത് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ മതി. അങ്ങനത്തെ ഒരു ഇത് അവള് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പൊ അവൾക്ക് മരുന്നും ഇതുപോലെ മിസ് പറഞ്ഞ പോലെ കൊടുക്കൊന്നുമില്ല. മരുന്ന് കൊടുക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ MBBS ഡോക്ടർ തന്നെയായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഹീലിംഗ്, ഈ ഒരു കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളിത് സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പ്രോബ്ലം വളരെ സിവിയർ ആണെങ്കിൽ, സിംറ്റംസ് ഉണ്ട്, അതിങ്ങനെ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്, നമുക്ക് സ്ലീപ്പ് ആപ്പിറ്റൈറ്റ് ചേഞ്ചസ്, വിശപ്പില്ല, ഉറക്കമില്ല, അങ്ങനത്തെ കേസസ്, അമിതമായ വിശപ്പ്, അമിതമായ ഉറക്കം, അതൊക്കെ ഇതിനകത്തെ പ്രശ്നങ്ങൾ വരാം. പിന്നെ നമ്മുടെ ജോലിയെ, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ എല്ലാം വളരെ സിവിയർ ആയിട്ട് ബാധിക്കുവാണെങ്കിൽ, സിവിയർ ആൻസൈറ്റി, ഡിപ്രഷൻ, മൂഡ് ചേഞ്ചസ്, അത് സിവിയർ ആണ് കണ്ടീഷനെങ്കിൽ, പിന്നെ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ, വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ, സൂയിസൈഡ് തോട്ട്സ് ഉണ്ടെങ്കിൽ, സെൽഫ് ഹാം ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മൾ സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ മെഡിക്കേഷൻസും വരും, അതുപോലെ തന്നെ തെറാപ്പിയും വരും. തെറാപ്പി വരും, പിന്നെ മെഡിക്കേഷൻസും മരുന്നും രണ്ടും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ചില ആളുകൾക്ക് തെറാപ്പി മാത്രം മതിയായിരിക്കും, ചിലർക്ക് മെഡിക്കേഷനും തെറാപ്പിയും കൂടെ വേണ്ടി വരും. ഇതൊക്കെയാണ് ആ ഒരു ഡിഫറൻസ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആ മനസ്സിനെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു ടീച്ചർ സൈക്കോളജി പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നിൽ വരുന്ന കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ഈ ടീച്ചർക്ക് പറ്റും. നമ്മൾ 5 സൈക്കോ അനാലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് മനസ്സിലാക്കി. അപ്പൊ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസും കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലായി, അല്ലെ? ശാരീരികമായിട്ടും ഇമോഷൻസ് വൈസും കുട്ടികൾ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. കുട്ടികളുടെ ലാംഗ്വേജിൽ നിന്ന് കുട്ടി ഏത് ഏജിന്റെ ലാംഗ്വേജ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇനി മനസ്സും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിക്ക് ഏത് രീതിയിൽ എങ്ങനെ ഏത് രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എല്ലാ കുട്ടികൾക്കും ഒരേ മെത്തേഡ് ചിലപ്പോൾ അത് റിസൾട്ട് വരില്ല. കുട്ടികളിൽ പല രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവരുടെ പൊട്ടൻഷ്യൽ പല രീതിയിലായിരിക്കും. യുണീക്കാണ് ഓരോ കുട്ടികളും. അതിനനുസരിച്ച് വേണം നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ലെസൺസ് കൊടുക്കുവാണെങ്കിലും ഹോംവർക്ക് കൊടുക്കുവാണെങ്കിലും അവരെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുവാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോ നിങ്ങളിപ്പോ റെക്കോർഡ് റൈറ്റിംഗ് ഏത് റെക്കോർഡ് വരെ എത്തി?
അപ്പാരറ്റസ് അത് തന്നതല്ലേ, അല്ലാതെ ബാക്കി റിപ്പോർട്ട്സ് എല്ലാം തന്നു? ഇല്ല ഇല്ല മാം. ഐ കളക്ഷൻ ബുക്കും അപ്പാരറ്റസിന്റെയാണ് മിസ് തന്നത് ചെയ്യാൻ പറഞ്ഞത്. കിഡ്സ് അത് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കി. കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് തന്നിട്ടില്ല? ഇല്ല 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 അത് പറഞ്ഞില്ല. അതെയോ? കേട്ടോ. ഞാൻ ഈ ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ തലയ്ക്കൊക്കെ ഒരു വല്ലാത്ത ഭാരം. ബാംഗ്ലൂർ പോയിട്ട് രാവിലെ വന്നതേ ഉള്ളൂ. ഇന്നലെ മിഞ്ഞാന്ന് വൈകിട്ട് പോയി, ഇന്നലെ വൈകിട്ട് അവിടെ നിന്ന് തിരിച്ചു. അപ്പൊ 2 ദിവസം ബസ്സിലായിരുന്നു യാത്ര. ഇതായിട്ട് തലയ്ക്ക് ഭയങ്കര പ്രശ്നം. ഓക്കെ, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് ഇത് പറഞ്ഞിട്ടില്ല എന്നാണോ പറഞ്ഞേ? മാം. ഓക്കെ, എന്റെ റെക്കോർഡ് ബുക്ക് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് ഇത് തന്നു എന്നാ വിചാരിച്ചത്. കാരണം വെക്കേഷൻ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബുക്കായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ ഇനി ഇരുന്ന് ചെയ്താലും മതി. പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി. ഇതില് ഫുൾ നമുക്ക് ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം, കളിക്കുടുക്ക, പിന്നെ വേറെ എന്തൊക്കെയൊക്കെ കുറെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ കുട്ടികളുടെ. അങ്ങനെ മാജിക് പോട്ട്, കളിക്കുടുക്കയുടെ ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നു മാജിക് പോട്ട്. അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും? വായിച്ചിട്ടുണ്ട്. അല്ല, എപ്പോഴും വായിക്കുന്നുണ്ടാവും. എനിക്ക് ഇപ്പോഴും കിട്ടിയാലും എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ വായിക്കാൻ. അങ്ങനെ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഓക്കെ, ഞാൻ ഏതോ ഒരു ബാച്ചിൽ ചോദിച്ചപ്പോ ഒരൊറ്റ ബുക്കും വായിക്കാത്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര അതിശയായിരുന്നു. അപ്പൊ അതുപോലൊരു ബുക്കാണ്, അതുപോലൊരു റെക്കോർഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് 1 കളക്ഷൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നത് 4th 1 ആണ്. ഇത് കഴിയുമ്പോഴാണ് 2ഉം 3യും ഞാൻ പറഞ്ഞുതരും. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ മാത്രം മതി, ഒന്നിന്റെ ആൻസർ കൊടുക്കണം. ബാലരമയിലൊക്കെ വരുമ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും, നമ്മൾ തന്നെ അത് കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിക്കുന്ന രീതി ഉണ്ടല്ലോ, അതുപോലെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾക്കൊരു റെഫറൻസ് ആണ്. അതായത് നമ്മളൊരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ആ ദിവസം എന്ത് ആക്ടിവിറ്റി കൊടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഇന്നത്തെ ദിവസം ഇത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് തീംസ് വന്നിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാം. നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ നമുക്ക് സ്പേസ് ഉണ്ടാകും, ഇഷ്ടംപോലെ പേജ് ബാക്കി ഉണ്ടാവും. അപ്പൊ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് മാത്രം ഞാനൊരു ജസ്റ്റ് ഒരു റെഫറൻസ്, കുറച്ച് തീംസ് മാത്രമേ തന്നിട്ടുള്ളൂ. കുറേ സമയം അതിനുവേണ്ടി കഷ്ടപ്പെടുത്തുന്നതല്ല. ഈ ബുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഈ റെക്കോർഡ് നമുക്ക് എപ്പോഴാണ് ഒരു പുതിയ ആക്ടിവിറ്റി പെട്ടെന്ന് കിട്ടുന്നത് അപ്പൊ അതങ്ങ് എഴുതി വെച്ചോളൂ. ഇത് 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡ് ബുക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ഇതിനകത്ത് എഴുതാനൊന്നുമില്ല, എല്ലാം ഇങ്ങനെ വരയ്ക്കാനും ബോക്സസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ ഉള്ളത്. അതിലെ ഫസ്റ്റ് 1 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കോളൂ. ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ. You should paste or draw an incomplete picture of anything like birds, animals, etc.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലോർക്കുക കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ കുറേ ഡീറ്റെയിൽസ്, ഇങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരരുത്. വലിയ ഡീറ്റെയിൽസ് വരുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ആ പിക്ചർ മുഴുവൻ വരയ്ക്കുകയും ചെയ്യരുത്, ഇൻകംപ്ലീറ്റ് ആയിരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അത് നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിക്ചറാണ്. കളർ ചെയ്യുകയും വേണം, കംപ്ലീറ്റ് ആക്കുകയും വേണം പിക്ചർ. ഞാൻ വരച്ച പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഞാൻ വരച്ചതല്ല, ഞാൻ ട്രേസ് ചെയ്താണ് കേട്ടോ. കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തതാ. ഞാൻ വരച്ച പിക്ചറിൽ ചെവി നോക്കിക്കേ, ബ്രോക്കൺ ലൈൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആ മിക്കി മൗസിന്റെ കഴുത്തിലെ ബിഗും ബ്രോക്കൺ ലൈൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. കയ്യിലൊരു ഷുഗർ ക്യാൻഡി ഉണ്ട്, അതും ബ്രോക്കൺ ലൈൻസ് ആണ്. അപ്പൊ കുട്ടി വരയ്ക്കുമ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ റെക്കോർഡ് ബുക്ക് അല്ല കുട്ടിക്ക് വരയ്ക്കാൻ കൊടുക്കേണ്ടത്. നമ്മൾ വേറൊരു പേപ്പറിൽ ഇതുപോലെ പിക്ചർ, കംപ്ലീറ്റ് അല്ലാത്ത പിക്ചറും കളർ ചെയ്യാത്ത പിക്ചറും വരച്ചുകൊണ്ട് പോയിട്ട് കുട്ടിക്ക് കൊടുക്കണം. അവരത് കംപ്ലീറ്റ് ചെയ്ത് കളർ ചെയ്യണം. ആ ഒരു രീതിയിൽ ആക്ടിവിറ്റി ആണ്. ഇനി വരയ്ക്കാൻ അറിയുന്നവര് വരയ്ക്കുക, വരയ്ക്കാൻ അറിയാത്തവര് ട്രേസ് ചെയ്യുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും വരപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ കളറിംഗ് ബുക്ക് ഒക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ കുട്ടികൾക്ക്, അതിൽ നിന്നും ഈ ഒരു പിക്ചർ ട്രേസ് ചെയ്തെടുത്തതാണ്. ഞാൻ ട്രേസ് ചെയ്യാൻ യൂസ് ചെയ്തത് പേപ്പറിൽ യൂസ് ചെയ്യുന്ന കാർബൺ പേപ്പർ അല്ല. പേപ്പറിൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ബ്ലൂ കാർബൺ പേപ്പർ. സ്പ്രെഡ് ആവും ഇങ്ക്, ഭയങ്കര വൃത്തികേടാവും. നമ്മുടെ കൈ മുട്ടുന്ന സ്ഥലത്തൊക്കെ അതിന്റെ ഇങ്ക് ഇങ്ങനെ പടരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് ക്ലോത്തില് പിക്ചർ ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യെല്ലോ കാർബൺ ആണ് ഉപയോഗിച്ചത്. ആ കാർബൺ തീരുന്നവരെ നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാം. അങ്ങനെ യെല്ലോ കാർബൺ ആകുമ്പോൾ സ്പ്രെഡ് ആവില്ല. ക്ലോത്തിൽ പിക്ചേഴ്സ് ട്രേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാർബൺ ആണ് യെല്ലോ കാർബൺ. യെല്ലോ കാർബൺ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ട്രേസ് ചെയ്തത്. നമുക്ക് ക്ലോത്തിൽ, ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് കാർബൺ ഉണ്ട്, യെല്ലോ കാർബണും വൈറ്റ് കാർബണും. യെല്ലോ കാർബൺ ലൈറ്റ് കളറ് ക്ലോത്തിലാണ്, നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വൈറ്റ് കാർബൺ ഡാർക്ക് കളർ ക്ലോത്തിലും ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് 2 കാർബൺ എന്താന്ന് പറഞ്ഞ കേട്ടോ. അതിനകത്ത് ആവശ്യമില്ല. നിങ്ങൾ ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഇത് ലൈറ്റ് യെല്ലോ കാർബൺ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് സ്പ്രെഡ് ആകില്ല, നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ഞാൻ ഈ കാണിച്ചു കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, നല്ല ഇതായിട്ട് ഇരിക്കും. നമ്മൾ എന്നിട്ട് ഇത് കളർ ചെയ്യോ കംപ്ലീറ്റ് ആക്കോ ഒന്നും ചെയ്യണ്ട. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കിടക്കണം. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വേർഡ് പസിൽ. നമ്മൾ ഒരു വേർഡ് എഴുതണം. ആ വേർഡിനകത്ത് 2 or 3 ബേർഡ്സോ അനിമൽസ് എല്ലാം ഒളിച്ചിരിക്കണം. അതായത് ആ അനിമൽസിന്റെ അല്ലെങ്കിൽ ബേർഡ്സിന്റെ എന്തെങ്കിലും ക്രീച്ചർ, എന്തെങ്കിലും ജീവികളുടെ പേര് ഒളിഞ്ഞിരിക്കുന്ന വേർഡ് ആയിരിക്കണം. ചുമ്മാ വേർഡ്സ് ഇങ്ങനെ കുറെ എഴുതി. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വൂൾഫിനെ കാണാം, ഫോക്സിനെ കാണാം, ഓക്സിനെ കാണാം, ലയണിനെ കാണാം. ചില കുട്ടികൾ എന്നോട് ചോദിച്ചു, ഇതിന്റെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ബേർഡ്സിന്റെയോ അനിമൽസിന്റെയോ പിക്ചറും കൂടെ ഒട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചു ലെഫ്റ്റ് സൈഡില്. എന്നിട്ട് കുട്ടികൾ ആ പിക്ചർ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന രീതിയിൽ അത് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് 3 അനിമൽസ് ആണ് ഒളിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ പിക്ചർ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആ 3 അനിമൽസ് മാത്രം ഒട്ടിക്കരുത്. 4, 5, 6 അതിലില്ലാത്തതും കൂടെ ഒട്ടിക്കണം. അപ്പൊ നമുക്ക് കുട്ടിക്ക് അതിൽ നിന്ന് ഒരു പിക്ചർ കാണുമ്പോൾ അത് എന്തിന്റെ പിക്ചർ ആണെന്നും, അതുപോലെ തന്നെ ഈ വേർഡ് പസിലിന്റെ ആ ബോക്സിനകത്ത് അതുണ്ടോ എന്നും ഒക്കെ നോക്കാനായിട്ട് പറ്റും. കറക്റ്റ് നമ്പർ തന്നെ പിക്ചർ നിങ്ങൾ ഒട്ടിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഒളിഞ്ഞിരിക്കുന്ന അനിമൽസിന്റെയും ബേർഡ്സിന്റെയും കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ കുട്ടികളാണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയും കൂടി ചെയ്തോട്ടെ. നിങ്ങളുടെ ഇഷ്ടമാണ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ ആയോ? മിസ് എത്ര ക്വസ്റ്റ്യൻ വേണം? അങ്ങനെ ഒരെണ്ണം മതി, മിനിമം 1. നിങ്ങൾക്ക് കുറെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് റിലേറ്റഡ് കൂടുതൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ തോന്നുവാണെങ്കിൽ അതും കൂടെ ഇതിനകത്ത് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഈ സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. നമുക്ക് 2 സൈഡും യൂസ് ചെയ്ത് കൂടുതൽ ആക്ടിവിറ്റീസും പസിൽസും അത് എഴുതി വെക്കുവാണെങ്കിൽ നമുക്കൊരു സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എളുപ്പം ഇത് റെഫർ ചെയ്ത് കൊണ്ടുപോയി ഓരോ ദിവസം കുട്ടികളെ കൊണ്ട് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് പറ്റും.
ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. കുറേ പിക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം പേര് ഒരു ക്രോസ് വേർഡിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ അതിന്റെ പേരാന്ന് പിടികിട്ടില്ല. പലതിന്റെയും പല വേർഡ്സിന്റെയും ലെറ്റേഴ്സിന്റെയും ഇടയിൽ കൂടിയാണ് അതിന്റെ പേരുകൾ കിടക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് പിക്ചർ നോക്കിയിട്ട് അതിന്റെ പേര് ആ ക്രോസ് വേർഡിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതായത് പിക്ചേഴ്സ് ഇതാന്ന് വിചാരിക്കുക, കുറെ പിക്ചേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ബേർഡ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ലിവിങ് തിങ്സ് ഉണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ട്, പല സാധനങ്ങളും ഉണ്ട് അല്ലെ. കണ്ടറിയാം, ബോൾ ഉണ്ട്, കൈറ്റ്, ടാപ്പ്, കീ, പിന്നെ ലാമ്പ്, ജീവനുള്ളതും ജീവനില്ലാത്തതായിട്ട് പല എല്ലാം കൂടെ മിക്സ് ചെയ്താ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് ഒരു ക്രോസ് വേർഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതിന്റെ ഓരോന്നിന്റെയും പേരുകൾ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ജിറാഫ് എന്നുള്ളത് ഞാൻ ഗ്രൂപ്പ് ചെയ്തേക്കണുണ്ടോ? അപ്പൊ ഒരെണ്ണം മാത്രം, ഞാൻ 2 ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം മാത്രം നിങ്ങളൊന്ന് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒരെണ്ണം ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം അതുപോലെ ചെയ്യും. അപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് കളക്ട് ചെയ്ത് വെക്കുന്നു. നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെ വേർഡ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് ആ ക്രോസ് വേർഡിന്റെ റോയും കോളവും സെറ്റ് ചെയ്യുന്നതാണ് ഇത്തിരി ഒരു ടാസ്ക്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് നമുക്ക് ഡൗണിലും വായിക്കാനായിട്ട് പറ്റും. ചിലത് അക്രോസ് ആയിരിക്കും, നേരെ റോ വൈസും, ചിലത് കോളം വൈസും ആയിരിക്കും ചിലതിന്റെ പേരെല്ലാം കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ കലണ്ടർ ഉണ്ടാക്കുക. ആ കലണ്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. ചൈൽഡ് ലേബർ, ചൈൽഡ് ബെഗ്ഗിങ്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം ആ കലണ്ടർ ഉണ്ടാക്കാൻ. അതായത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും ചൈൽഡ് ലേബർ, ചൈൽഡ് ബെഗ്ഗിങ്ങിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടും ആ രീതിയിൽ വേണം നമ്മൾ ഈ കലണ്ടർ ഉണ്ടാക്കാൻ. അപ്പൊ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കലണ്ടർ ആയിരിക്കണം. ഇപ്പൊ 2026 ആണ്, ജൂൺ ആകുന്നു അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇയറിലെ കലണ്ടർ ഉണ്ടാക്കാം. അല്ല പുതിയ കലണ്ടർ ഉണ്ടാക്കണം, 2027 കലണ്ടർ ഉണ്ടാക്കണം, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഡേറ്റും ഡേയും എല്ലാം കറക്റ്റ് ആയിരിക്കണം. പിന്നെ കലണ്ടറിൽ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. ഹോളിഡേയ്സും അല്ലാതെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ആകെ ഞാൻ ഈ ചൈൽഡ് ലേബർ, ചൈൽഡ് ബെഗ്ഗിങ്ങിന് എഗെയിൻസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ കലണ്ടറിലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോട്ട്സ് എഴുതി. അതുപോലെ കുട്ടികളെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സും എഴുതി. 12 മാസത്തിലും അങ്ങനെ എഴുതി. ചിലർ ചോദിച്ചു 1 മാസം മതിയോന്ന്. കലണ്ടർ എന്ന് പറഞ്ഞാൽ 1 മാസം അല്ലല്ലോ, 12 മാസം ചേരുന്നതല്ലേ ഒരു കലണ്ടർ എന്ന് പറയുന്നത്. ഞാനിവിടെ ഇംഗ്ലീഷ് കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡേയ്സ് ഇല്ലേ, അത് ഇംഗ്ലീഷ് കലണ്ടർ ആണല്ലോ, അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ കുറെ പേര് ചോദിച്ചു നമ്മുടെ കലണ്ടറിൽ താഴെയായിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മലയാളം മാസത്തിന്റെ ഡേറ്റും അതുപോലെ തന്നെ അറബിക് ഹിജ്റ ആ ഒരു ഡേറ്റും വരുന്നുണ്ടല്ലോ, അതും കൂടെ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, എഴുതാം, നോ പ്രോബ്ലം. പിന്നെ പടം വരച്ചോട്ടെ എന്ന് ചോദിച്ചു, കുട്ടികളുടെ റിലേറ്റഡ്. അപ്പൊ ചിലരൊക്കെ പടം വരച്ചു, അതായത് കുഞ്ഞു ജനിക്കുന്ന ഉടനെ ആ സൈസ് അങ്ങനെ വലുതാകുന്ന രീതിയിലുള്ളതായി സ്കൂളിൽ പോകുന്ന രീതിയിൽ 12 മാസത്തിലും ഓരോ കുട്ടിയുടെ ഡെവലപ്മെന്റ് അങ്ങനെ പിക്ചേഴ്സ് ഒട്ടിച്ചവരും വരച്ചവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തവരുണ്ട്, അതൊക്കെ ചെയ്യും. മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഞാൻ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി ഇവിടെ അതിന്റെ ടൈറ്റിൽ കൊടുത്തു, മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ. ആ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിവിടെ എഴുതിയിട്ട് ഇവിടെ തുടങ്ങിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ജനുവരി മന്ത് 2017 എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ഇയർ. അപ്പൊ ആ 2017 കലണ്ടറാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അതിന് ഞാൻ ആകെ 3 ഗ്ലിറ്റർ പെൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പിങ്ക് ഷെയ്ഡും ഒരു ബ്ലൂ ഷെയ്ഡും ഒരു ഗോൾഡൻ കളറും. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ആ കലണ്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിൽ കോഴ്സ് എഴുതി. ഇവയാണ് എത്ര ബ്യൂട്ടിഫുൾ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ കലണ്ടർ. സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ. ആ ഒരു രീതിയിലാണ് ഞാൻ കലണ്ടർ ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് പേജില് ഫെബ്രുവരി മാർച്ചും വന്നു. അങ്ങനെ ചില കുട്ടികൾ ചോദിച്ചു, നമ്മളിങ്ങനെ
ടേബിളിലൊക്കെ വെക്കുന്ന ഇങ്ങനെ മറിച്ച് മറിച്ച് അങ്ങനെ ചെയ്യുന്ന കലണ്ടർ ഉണ്ടല്ലോ, അതുപോലെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തോട്ടെ, സെപ്പറേറ്റ് റെക്കോർഡ് ബുക്കിൽ ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. എന്റെ റെക്കോർഡ് ബുക്കിന്റെ ഒപ്പം വെച്ചോളാന്ന്, അങ്ങനെയും ചെയ്യാട്ടോ. ദാറ്റ്സ് അപ് ടു യു. കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുന്നൊക്കെയുള്ള രീതിയിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ അവർ ചാർട്ട് പേപ്പർ ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് കുറച്ചുകൂടെ ഒക്കെ ഡിസൈൻ ചെയ്ത് അങ്ങനെ ഒരു വലിയ നമ്മുടെ നമുക്കുള്ള കലണ്ടർ പോലെ തന്നെ അത്രയും വലിപ്പം ഇല്ലെങ്കിൽ പോലും അവർ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. വാളിൽ ഹാങ് ചെയ്യണതും ഇങ്ങനെ ടേബിളിൽ വെക്കുന്ന രീതിയിലുള്ള ആ രീതിയിലൊക്കെ കലണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ വാട്ട് എവർ ഇറ്റ് ബി 12 മാസം വരുന്ന ഒരു കലണ്ടർ, അത് ട്രൂ കലണ്ടർ ആയിരിക്കണം. ചുമ്മാ നമ്പേഴ്സ് എഴുതി വെക്കരുത്. കറക്റ്റ് ആ ഡേയും ഡേറ്റും കറക്റ്റ് തന്നെയായിരിക്കണം. അത് 2026 ആണെങ്കിൽ 2027 ആണ്. ഞാൻ കോഡ്സ് എഴുതിയാണ് കലണ്ടർ ചെയ്തത്. പിക്ചേഴ്സ് വരയ്ക്കാം അങ്ങനെ. ചൈൽഡ് ഇൻ പെയിൻ ഈസ് നോ ഗെയിൻ, എഡ്യൂക്കേഷൻ ഈസ് ദെയർ ബർത്ത് റൈറ്റ്. കുറെ കോഡ്സ് ഞാൻ എടുത്തു, കുറെ കോഡ്സ് ഞാൻ തന്നെത്താനെ ക്രിയേറ്റ് ചെയ്തു. ചിൽഡ്രൻ ഡിസേർവ് ബെറ്റർ, ചൈൽഡ് ഈസ് മെന്റ് ടു ലേൺ നോട്ട് ടു ഏൺ, കിഡ്സ് ഡിസേർവ് ടു ബി ഹാപ്പി ഹെൽത്തി ആൻഡ് സേഫ്. പിന്നെ ജൂൺ 12 എന്ന് പറയുന്നത് അത് മാത്രം ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്തു. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ലെറ്റ് ചിൽഡ്രൻ ബി ചിൽഡ്രൻ. Children are a wonderful gift. There is a brilliant child locked inside every student. Small hands can handle a pen better. School is the best place to work. Don't ask children to take two, instead send them to school. എനിക്ക് ഈ ഒരു ഡിസംബർ എൻഡ് ചെയ്തത് ലെഫ്റ്റ് സൈഡിലാണ്, ഇവിടെയാണ്. ഈ ഒരു പേജിൽ പുതിയൊരു ആക്ടിവിറ്റി തുടങ്ങാൻ ബുദ്ധിമുട്ടായത് ഇത് എൻഡ് ചെയ്തത് ലെഫ്റ്റിലാണ്. അപ്പൊ റൈറ്റ് വെറുതെ ബ്ലാങ്ക് ആയി ഇടാൻ തോന്നിയില്ല. അവിടെ ഞാൻ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ഒരു കോട്ട് എഴുതി അവസാനിപ്പിച്ചു. ഡു നോട്ട് ഇറൈസ് ദ ഡിസൈൻസ് ദ ചൈൽഡ് മേക്ക് ഇൻ ദി സോഫ്റ്റ് വാക്സ് ഓഫ് ഹിസ് ഇന്നർ ലൈഫ്. അങ്ങനെ ഒരു കോട്ട്സ് എഴുതി അവസാനിപ്പിച്ചു. ക്ലിയർ ആയോ കലണ്ടറിന്റെ കാര്യം? മിസ്, മുകളില് സെന്റൻസ് എഴുതിയിട്ട് താഴെയല്ലേ കലണ്ടർ വരയ്ക്കേണ്ടത്? സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ട്സ് എഴുതി, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കോട്ട്സ് എഴുതാം, അല്ലെങ്കിൽ എന്തായാലും നമുക്കൊരു മെസ്സേജ് വരുന്ന രീതിയിലുള്ള പിക്ചർ ആണെങ്കിലും പിക്ചർ ആയിട്ടും എഴുതാം. ഓക്കെ മിസ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് കലണ്ടർ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ജിപ്സോ പസിൽസ് ഒക്കെ ചെയ്യില്ലേ, ഒരു പിക്ചറിനെ പല പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും, എന്നിട്ട് അതിനെ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ നമുക്കിവിടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആദ്യമാക്കരുത്. ആദ്യമാർക്ക് സിമ്പിൾ കൊടുക്കണം. പിന്നെ നമുക്ക് സിമ്പിൾ അവർ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഒന്ന് ടഫ് ആയിട്ടുള്ളതൊക്കെ കൊടുക്കാം, മോഡറേറ്റ് ലെവലിലൊക്കെ ഉള്ളത് കൊടുക്കാം. ഫസ്റ്റ് നമ്മളൊരു പിക്ചർ, ഞാനൊരു പിക്ചറിനെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഞാൻ എടുത്ത പിക്ചർ ഒരു എലിഫന്റ് ഫുട്ബോൾ കളിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ആയിരുന്നു. അതിനെ ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തു. ഇവിടെ ഞാൻ അതിനെ പേസ്റ്റ് ചെയ്യുക ചെയ്തേ, കാരണം പിക്ചർ ഇങ്ങനെ കട്ട് ചെയ്ത പീസസ് ലൂസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മിസ് ആവുമല്ലോ. അപ്പൊ ഇവിടെ ഞാൻ അതിനെ പേസ്റ്റ് ചെയ്ത് വെച്ചു. നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല, നമുക്കിതൊരു റെഫറൻസ് ആണ്. നിങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ ഈ പേപ്പർ പീസസ് ആണല്ലോ, അത് പെട്ടെന്ന് പറന്നു പോകാനും മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സസ് ഉണ്ടല്ലോ, ഈ ബോക്സിൽ ഒട്ടിച്ചതിന് ശേഷം ആ പിക്ചറിനെ മുഴുവനായിട്ട് ബോക്സിൽ ഒട്ടിച്ചതിന് ശേഷം അത് കട്ട് ചെയ്യുക. അതാകുമ്പോൾ കട്ടി ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആയോ? കട്ടിയിൽ കിടക്കും. അപ്പൊ പിന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ അത് പറന്നു പോവാനോ കീറിപ്പോവാനോ ഉള്ള ചാൻസസ് ഇല്ല. നല്ല തിക്കായിട്ട് തന്നെ അതിരിക്കും. അപ്പൊ ആ രീതിയിൽ അപ്പൊ നമ്മള് വീട്ടിൽ ഇനി മുതൽ ഇതുപോലെ എന്തെങ്കിലും വാങ്ങുന്നതിന്റെ കട്ടിയുള്ള കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക. എനിക്കിതുപോലെ ആവശ്യം വരും. ഇതുപോലെ മാസ്ക് ഉണ്ടാക്കാനോ ഇങ്ങനെ പ്ലക്കാർഡ് പോലെ പിടിക്കാനൊക്കെ നമുക്ക് ആവശ്യം വരും. അതൊന്നും നമ്മള് സ്പെൻഡ് ചെയ്ത് വാങ്ങേണ്ട, കാശ് സ്പെൻഡ് ചെയ്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, ആദ്യം കുറെ 4 പീസിന്റെ ചെയ്തു, പിന്നെ അതിന് 5 പീസ് ആക്കാം, 6 പീസ് ആക്കാം. അങ്ങനെ നമ്പർ ഓഫ് പീസസ് കൂടുമ്പോൾ അവർ കുറച്ചുകൂടെ അറ്റൻഷനോടും കോൺസെൻട്രേഷനോടും കൂടി ചെയ്യും. തുടക്കത്തിലെ കോംപ്ലിക്കേറ്റഡ് കൊടുക്കരുത്. തുടക്കത്തിൽ സിമ്പിൾ കൊടുത്ത് ഒരു പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ കുറച്ചൊന്നും ടഫാക്കാം.
മാം അപ്പൊ നമ്മളത് റെക്കോർഡിനകത്ത് ഒട്ടിക്കണ്ടേ? എന്താണ്? റെക്കോർഡ് ബുക്കിനകത്ത് ഒട്ടിക്കണ്ടേ പസിൽസ് അത്? ഞാനിത് ഒട്ടിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറന്നു പോകൂലേ, അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് താഴെ വീണ് എന്താ മാം? പോകുമല്ലോ. അപ്പൊ ഞങ്ങൾ ഒട്ടിക്കണ്ട, ചെയ്ത് വെച്ചിരുന്നാ മതിയേ? നിങ്ങൾ ഒരെണ്ണം റെക്കോർഡ് ബുക്കിൽ ഒട്ടിക്കണം. നമുക്കത് റെഫറൻസ് ആണല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. സ്കൂളിൽ പോകുമ്പോൾ വേറെ കൊണ്ടുപോകണം. ഒരെണ്ണം റെക്കോർഡ് ബുക്കിൽ ഇരിക്കണം. കാരണം നമുക്ക് അറിയണം ആ ക്വസ്റ്റ്യൻ ഏതാന്നുള്ളത്, എന്താന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളുടെ ഒരു എൻസൈക്ലോപീഡിയോ ആണ്, നമ്മളുടെ ഓരോ റെക്കോർഡ് ബുക്കും. നമ്മൾക്ക് മനസ്സിലാക്കാൻ, ഇത് ആർക്കും കൊടുക്കാനോ അവരെ കൊണ്ട് കളർ ചെയ്യാനോ അവരെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കാനോ നമ്മുടെ സ്വന്തം, അത് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല റെക്കോർഡ് ബുക്ക് കേട്ടോ. ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ ഈ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, എനിക്ക് ബാച്ചിലുള്ള കാര്യമാണ്, പലർക്കും അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ലാസ്റ്റ് മൊമെന്റിലായിരിക്കും റെക്കോർഡ് ബുക്ക് എഴുതാൻ തുടങ്ങുന്നത്. അപ്പോ എഴുതിയവരോട് ചോദിക്കും അതൊന്ന് അയച്ചു തരുമെന്നൊക്കെ. കോപ്പി ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞു, എന്നോട് ചോദിക്കാൻ പറഞ്ഞു, പ്രശ്നമില്ല. കോപ്പി, കാരണം അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരില്ല. അപ്പൊ നമ്മൾ ശരിക്കും അവർക്കൊരു ദ്രോഹം ചെയ്യുന്നവരായിപ്പോലേ. അവര് ചിന്തിച്ച് ചെയ്യണം ഓരോന്നും. നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞോളൂ. ഒരു പ്രശ്നവും വേണ്ട, ഒരു വിഷമവും വിചാരിക്കേണ്ട. കാരണം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുവാണ് കേട്ടോ. നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്താലാണ് നമുക്ക് കുട്ടികളിലെ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കാനും, നമുക്ക് അവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തന്നെത്താനെ വന്നോളും ഐഡിയാസ്. നമ്മൾ എന്തിന്റെങ്കിലും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് ക്രിയേറ്റിവിറ്റി വരുള്ളൂ. മനസ്സിലായോ? അറിയില്ലേ, നമ്മുടെ ഈ ഡെവലപ്മെന്റ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നവരെ ഉണ്ടായിരിക്കും. നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം നമ്മള് മരിക്കുന്നവരെ ഉണ്ടാവും. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ഒക്കെ വന്നാൽ മാത്രമാണ് നമ്മുടെ ചിന്തയ്ക്കൊക്കെ മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. സ്ട്രക്ചറിലൊക്കെ കോടതിയിലൊക്കെ കേസ് വാദിക്കാൻ വരുന്ന അഡ്വക്കേറ്റ്സിനൊക്കെ കണ്ടിട്ടില്ലേ? അത് കിടന്നുകൊണ്ട് വരെ വാദിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് വക്കീൽ പണി എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും പഠിക്കാം. നമ്മുടെ കോഗ്നിറ്റീവ് ലെവൽ നോർമൽ ആണെങ്കിൽ, ഈ ഡിമെൻഷ്യ ഒക്കെ വരുമ്പോൾ നമുക്ക് മറവി പറ്റുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു അതവിടെ എന്താ പറയാ, മുരടിച്ചു പോകുന്ന പോലെയാക്കും. അതെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ആണ് നമ്മളുടെ. അത് വെച്ച് പറയാതെ, അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യനും മരണം വരെ പഠിക്കാന്നാണ്. നമ്മൾ ചിന്തിച്ചാൽ മാത്രമാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യൂ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ റെക്കോർഡ് തന്നെ എന്ത് വർക്ക് ടീച്ചേഴ്സ് തരുന്ന എന്ത് വർക്ക് ലാസ്റ്റ് മൊമെന്റിലേക്ക് വയ്ക്കരുത്. പെയിന്റിങ് ആയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം മാറ്റിവെക്കും. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ, ഇന്നിപ്പോ ഒരു 10 മിനിറ്റ് കിട്ടിയുള്ളൂ, ഓക്കെ, കുഴപ്പമില്ല. നാളെ എനിക്ക് അരമണിക്കൂർ കിട്ടി, അരമണിക്കൂർ ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ഒരു ടു ഡു ലിസ്റ്റ് എഴുതുക ദിവസവും. നാളെ ഞാൻ എന്തൊക്കെ ചെയ്യും. ഇത് മാത്രമല്ല കേട്ടോ, വീട്ടിലെ ജോലികളാണെങ്കിലും ഓഫീസിലെ വർക്കാണെങ്കിലും പേഴ്സണൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ കാര്യങ്ങളാണെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക. നാളെ ഞാൻ ഇതെല്ലാം ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആയി. ഇനി അതല്ല, എനിക്ക് പറ്റിയില്ല, ചില പേഴ്സണൽ എമർജൻസി കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് വന്നുവെങ്കിൽ പിറ്റേ ദിവസത്തെ ടു ഡു ലിസ്റ്റിലെ ഫസ്റ്റ് പ്രിഫറൻസ് തലേ ദിവസം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ദിവസത്തെ ടു ഡു ലിസ്റ്റിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ഒരു ഓർഡർ വരും. നമ്മളെ കണ്ട് കുട്ടികളും അതുപോലെ തന്നെ ചെയ്യും. മിസ് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഈ പിക്ചർ ഒട്ടിക്കേണ്ട കാര്യം. അതിപ്പോ ഏതെങ്കിലും ഒരു പിക്ചർ ഒരു ഡിഫറെന്റ് ഷേപ്പിൽ വെച്ച് ഒട്ടിക്കാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ? ഇപ്പൊ ഞാനൊരു ജിക്സോ പസിൽ പോലെ പറഞ്ഞ കാര്യമാണോ ഈ ആനയുടെ? നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. കാരണം മനസ്സിലായില്ലേ, ആ ഒരു ആനയെ നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പോർഷനും വെട്ടിക്കളഞ്ഞു പോകരുത്. കാരണം ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ആനയായിട്ട് തന്നെ കിട്ടണം. ആനയാണെങ്കിൽ, ഒരു പൂവാണെങ്കിൽ അത് ഫുൾ ജോയിൻ ചെയ്യുമ്പോൾ നല്ല ഫുൾ പിക്ചർ കിട്ടണം. നിങ്ങൾ ഭംഗിക്ക് വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനൊന്നും പോകരുത്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ പിക്ചർ ഒരുമിച്ച് വെക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരില്ല. ഇപ്പൊ ഇതൊരു മിസ് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു അനിമലാണ് വെക്കുന്നതുണ്ടെങ്കിൽ അതിനൊരു സെന്ററിൽ എങ്ങാനും വെട്ട, അങ്ങനെയാണോ മിസ്? ഒന്ന് മിസ് ചെയ്തൊന്ന് കാണിച്ചു തരൂ. ഞാൻ ചുമ്മാ വെട്ടിയിട്ടേ ഉള്ളൂ. ഓക്കെ.
അതിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ രാവിലെ പോലെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പോ കാണിക്കാൻ പറ്റും ഒരു ഫ്ലവർ അല്ലേ, ഇത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണെന്ന് വെച്ചോ. ഈ ഫ്ലവറിന്റെ ഔട്ട്ലൈനിൽ സ്ക്വയർ പോലെ വെച്ചു. ആദ്യം നമ്മളൊരു പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊന്ന് വരച്ചു വെച്ചു. ഔട്ട്ലൈൻ വരച്ചിട്ട് നമ്മൾ ചുമ്മാ ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ വെച്ചു. ബാക്കി ഡോട്ടഡ് ലൈൻസ് ഇങ്ങനെ വെച്ചു. ബാക്കി ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വെച്ചു. ഡോട്ടഡ് ലൈൻസ് വരച്ചു വെക്കുക. അങ്ങനെ 4 പോർഷൻ ആക്കി അതിനെ ഡോട്ടഡ് ലൈൻസ് ഡോട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. ആ ഡോട്ടിലൂടെ നിങ്ങളൊന്ന് വിട്ട് അപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഷേപ്പ് കിട്ടില്ലേ? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയവര് മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ ക്ലാസ്സിൽ ഒന്ന് ബ്രീഫ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പില്. ഇന്ന് ഇങ്ങനെയുള്ള റെക്കോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ ഓരോ വർക്കിനും ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം. ഒരു 10 മിനിറ്റ് തുടങ്ങി അരമണിക്കൂർ വരെ നമുക്ക് ദിവസവും കൊടുക്കാൻ പറ്റുന്നതിനനുസരിച്ച് ടൈം കൊടുത്ത് വർക്ക് ചെയ്തു പോകും. അല്ലെങ്കിൽ ലാസ്റ്റ് മുന്നിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിലേക്ക് പോവാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്സേ, എനിക്ക് മിസ്സിനെ കാണാൻ പറ്റുന്നില്ല. ഫോട്ടോ മാത്രമേ ഉള്ളൂ. മിസ് അവിടെ ഇപ്പം പൂവ് വെട്ടിയതൊക്കെ പറഞ്ഞതായിട്ട് എനിക്ക് കേട്ടുള്ളൂ. ഞാനൊന്നും കണ്ടില്ല. മിസ്, എനിക്ക് തോന്നുന്നു എന്റെ ക്യാമറ മിസ്സിന്റെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്റെ വീഡിയോ കാണാമോ? ലൈവായിട്ട് കാണാം. ബാക്കിയുള്ളവർക്ക് കാണാം. എനിക്ക് പേര് പറഞ്ഞുപോയി. ജോമോൻ തോമസ് കാണുന്നുണ്ട്. ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞിട്ടുണ്ട്. അശ്വതി. ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടത്തെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ആണല്ലേ? ഞാൻ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കി. അപ്പോഴും അതുപോലെ തന്നെയാ കാണുന്നത്. ഓഫ് ചെയ്തിട്ടാണോ അതോ ലീവ് ചെയ്തിട്ടാണോ ചെയ്ത് നോക്കി? എന്തോ ലീവ് ചെയ്ത് പോയിട്ട് വീണ്ടും റീജോയിൻ ചെയ്യുമായിരുന്നു. എന്തോ യൂസ് ചെയ്യുന്ന ഡിവൈസിന്റെ കുഴപ്പം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. കാരണം ഞാൻ ഒരിക്കലും വീഡിയോ ഓൺ ചെയ്യാതെ ക്ലാസ് എടുക്കാറുമില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാറുമില്ല. ഞാൻ ആരുടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്തിരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാ കിട്ടുന്നേ. അതെന്തോ വീഡിയോയുടെ അവിടുത്തെ എന്തോ പ്രശ്നം ഉണ്ടോ? എല്ലാവരുടെയും ക്ലാസ്സിൽ ഇങ്ങനെയാ? അത് എന്റെ ക്ലാസ്സിൽ മാത്രമാണോ? അതെ, എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയാ. പക്ഷെ ഞാൻ റെക്കോർഡ് ക്ലാസ് നമ്മൾ യൂട്യൂബിൽ കാണുമ്പം എനിക്ക് കാണും. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യുമ്പം ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെയാ കിട്ടുന്നത്. മേ ബി എന്റെ ഡിവൈസിന്റെ പ്രോബ്ലം ആയിരിക്കും. അതെന്താന്ന് എനിക്കൊരു ചെറിയ സംശയം ഞാൻ പറയാം. മൊബൈലിൽ നിന്നാണോ കാണുന്നത്? മൊബൈലിൽ നിന്നാ കാണുന്നത്. അതിലെ നോട്ടിഫിക്കേഷനില് വീഡിയോ ചിലപ്പോ ഓഫ് ആയി കിടക്കുമായിരിക്കും, ഡിസേബിൾ ആയിട്ട് കിടക്കുമായിരിക്കും. എന്റെ ഒരു സംശയമാണ് പറയുന്നത് കേട്ടോ. ഓഫ് ആയിട്ട് കിടക്കുമായിരിക്കും. അത് നമ്മളൊന്ന് ഇനേബിൾ ആക്കണം. അപ്പൊ ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സ് ഒക്കെ എടുത്ത് പോകുമ്പോ ഓർഡർ അറിയില്ല, ഓരോ ഫോണിനും ഓരോ രീതിയായിരിക്കും. എന്നാലും ഫോണിന്റെ സെറ്റിങ്സ് എടുക്കുക. ഫോണിന്റെ സെറ്റിങ്സ് എടുക്കുക, വീഡിയോ എന്നുള്ള ഓപ്ഷൻ എവിടെയോ വരും. അപ്പൊ അതിൽ നോക്കുക. അപ്പൊ അതിൽ ചിലപ്പോൾ സൂമിന് ഡിസേബിൾ ആയിട്ടുണ്ടാവും, ഗൂഗിൾ മീറ്റിന് ഡിസേബിൾ, അങ്ങനെയൊക്കെ കുറെ കാണും. അതൊക്കെ ഒന്ന് എനേബിൾ ആക്കി എടുക്കുക. അപ്പൊ അതല്ലോ സ്വന്തം വീഡിയോ ഞങ്ങളിപ്പോ കണ്ടു. എന്റേത് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. മാമിന്റെ ആയിരുന്നു മറ്റേ. കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് ചെയ്തോളാം മാം. ഞാൻ വെറുതെ എന്റെ കയ്യിലൊരു പിക്ചർ ഉണ്ടായിരുന്നു അതിന്റെ പുറത്ത്. അത് കാണിച്ചിട്ട് എങ്ങനെയാ കട്ട് ചെയ്യണേന്ന് പറയുമായിരുന്നു കേട്ടോ. ഞാൻ കേട്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ഓക്കെ, കുഴപ്പമില്ല മിസ്, ഞാൻ നോക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഒരു പിക്ചർ, ഒരു റെഫറൻസ് പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാവും. അതിന് ഏന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴെ 4 പിക്ചേഴ്സ് 1 2 3 4 എന്ന് മാർക്ക് ചെയ്ത് 4 പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈ റെഫറൻസ് പിക്ചറും താഴെയുള്ള 4 പിക്ചേഴ്സും കണ്ടു കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ തോന്നും, ഒരേപോലെയാന്ന് തോന്നും. പക്ഷെ ഇത് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. കുട്ടികൾ ഈ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. ഞാനൊരു റാബിറ്റിനെയാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഇതാണ് എന്റെ റെഫറൻസ് പിക്ചർ. ഈ മുകളിലുള്ള ഏന്ന് മാർക്ക് ചെയ്ത പിക്ചർ. താഴെ 4 റാബിറ്റ്സിനെ വരച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ
മീശയുടെ അതിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും, കാലിന്റെ വ്യത്യാസമുണ്ട്, വാലിന്റെ വ്യത്യാസമുണ്ട്, ചെറിയ വാലില്ല, ചെവിക്ക് വ്യത്യാസമുണ്ട്, അങ്ങനെ കണ്ണിന് വ്യത്യാസം, അങ്ങനെയൊക്കെ കാണാൻ ചെറിയ ചെറിയ ഡിഫറൻസസ്. അപ്പൊ കുട്ടികളുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ കൂട്ടുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസ്. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ഒരു റെഫറൻസ് പിക്ചർ ഉണ്ടാകും, അതുപോലെ ഇരിക്കുന്ന 4 വേറെ ഉണ്ടാകും പിക്ചേഴ്സ്. അത് പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. ശ്രദ്ധിച്ചു നോക്കി ഈ റെഫറൻസ് പിക്ചറുമായിട്ട് ബാക്കിയുള്ള പിക്ചേഴ്സിന് എന്താണ് ഡിഫറൻസസ് എന്ന് കണ്ടുപിടിക്കുക. ആക്ടിവിറ്റി മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഒരു പിക്ചർ കുട്ടികളെ കാണിക്കുക. എന്നിട്ട് അവരോട് ഒരു സ്റ്റോറി എഴുതാനായിട്ട് പറയാം. നമ്മുടെ കുട്ടികൾ എഴുതാനുള്ള പ്രായമായില്ലെങ്കിൽ, LKG കുട്ടികളൊന്നും സെന്റൻസ് ഒന്നും എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലല്ലോ, അവരോട് പിക്ചർ നോക്കി കഥ പറയാൻ പറഞ്ഞാൽ മതി. എഴുതുന്ന പ്രായമുള്ള ക്ലാസ് ആണെങ്കിൽ നമുക്ക് എഴുതിപ്പിക്കും. നമ്മൾ അങ്ങനെയുള്ള ഒരു പിക്ചർ കൊടുക്കണം. അതായത് നിറയെ പ്രോപ്പർട്ടീസ്, കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഒരു പിക്ചർ ആയിരിക്കണം കൊടുക്കണം. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത പിക്ചറിൽ ഒരു കുട്ടിയുണ്ട്, ഒരു സ്ക്യുറൽ ഉണ്ട്, ബേർഡ്, അതുപോലെ തന്നെ ഒരു മരം, പിന്നെ ക്ലൗഡ്സ് ഉണ്ട്, സണ്ണും ഇങ്ങനെ ചിരിച്ചെന്തോ വർത്താനം പറയുന്ന പോലെയൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഞാനൊരു പിക്ചർ സെലക്ട് ചെയ്തത്. ഓക്കെ, അതായത് ഞാൻ സെലക്ട് ചെയ്ത പിക്ചർ, അതിനനുസരിച്ച് ഒരു കഥ. അപ്പൊ ഈ അണ്ണാനും കുട്ടിയും കൂടെ സംസാരിക്കുന്നു, പുറകിൽ നിന്ന് സൂര്യൻ ചിരിക്കുന്നു, ബേർഡ് ഒരു പാട്ടൊക്കെ പാടി സൈഡിലൂടെ പോകുന്നു. ആ രീതിയിലുള്ള പിക്ചറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കിയിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി മനസ്സിലാകാൻ അവരോടൊരു കഥ പറയാൻ പറയും. ചില കുട്ടികളൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് കഥ പറയും. എല്ലാരും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് അതുപോലെ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? എഴുതാൻ പറ്റുന്ന ക്ലാസ്, 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെയാ നിങ്ങൾ പഠിപ്പിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിപ്പിക്കാം, ഒരു കഥ എഴുതിപ്പിക്കാം. ഇനി ചെറിയ ക്ലാസ് ആണെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കും. ഇനി റിവേഴ്സ് കളറിങ്. റിവേഴ്സ് കളറിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് ക്രയോൺസ് കൊടുത്തിട്ട് കളർ ചെയ്യാൻ പറയുമ്പോൾ മിക്ക കുട്ടികളും കളർ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകും അല്ലേ? കാരണം അവരുടെ കൈയുടെ മൂവ്മെന്റ്സ് അങ്ങനെയാ. അവര് എഴുതി തുടങ്ങണല്ലേ ഉള്ളൂ, കറക്റ്റ് അത് വരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യിക്കുന്ന ഒരു കറക്റ്റ് അവരാ പോർഷനിൽ തന്നെ കളർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് റിവേഴ്സ് കളറിങ്. അതായത് നമ്മൾ എവിടെയാണോ കളർ ചെയ്യേണ്ടത് അത് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ പെൻസിൽ വെച്ച് അങ്ങ് ഷെയ്ഡ് ചെയ്യും. ഞാൻ എടുത്തേക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അപ്പൊ അതിന് ഞാൻ കുറേ പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വൈറ്റ് പാർട്ട് കാണുന്നത് മാത്രം കുട്ടികൾ കളർ ചെയ്താൽ മതി. കുറച്ചുകൂടെ ഭാഗങ്ങൾ കാണാനല്ലേ, ശരിക്കും സൈഡ് മാത്രമേ കാണാനുള്ളൂ പിക്ചറിന്റെ. വൈറ്റ് പാർട്ട് കാണുന്ന ഭാഗം മാത്രം കളർ ചെയ്യുക. ഇതാണ് ബട്ടർഫ്ലൈ തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല കേട്ടോ, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിപ്പോ ഞാൻ കുറേ ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്ത് പോയി, കുറച്ചുകൂടെ ഭാഗം വൈറ്റ് ആക്കി ഇടാമായിരുന്നു. ഇപ്പൊ കുട്ടികളെ ശ്രദ്ധിച്ച് വൈറ്റ് പാർട്ട് മാത്രം ഷെയ്ഡ് ആകുന്ന രീതിയിൽ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതെല്ലാം അവരുടെ കോൺസെൻട്രേഷൻ, വിരലുകളുടെ മസിൽസിന്റെ ഡെവലപ്മെന്റ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യിക്കുന്ന ഓരോ ആക്ടിവിറ്റിയും ചുമ്മാ ഒരു ആക്ടിവിറ്റി റെക്കോർഡിന് വേണ്ടിയിട്ടുള്ളതല്ല, കുട്ടികളുടെ പല ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായോ? ബട്ടർഫ്ലൈ ഒക്കെ ആവുമ്പോ ഒരു കാര്യമുണ്ട്, ഇവര് നേച്ചർ, പ്രകൃതിയുമായിട്ട്, എൻവയോൺമെന്റുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇവർക്ക് നല്ല ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അവർക്കറിയാം ബട്ടർഫ്ലൈയുടെ ലെഫ്റ്റും റൈറ്റും സിമെട്രിക്കൽ ആണെന്നുള്ളത്. അപ്പൊ അവര് ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെ കളർ യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഇനി അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവരുടെ രീതിക്ക് തന്നെ അവർ ചെയ്തോട്ടെ. അങ്ങനെ ഒരു ഒബ്സർവേഷൻ പവർ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ ബട്ടർഫ്ലൈയെ എപ്പോഴും കണ്ടിട്ടുണ്ട്, അതിനെ സൂക്ഷ്മ നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അങ്ങനെ സിമെട്രിക്കൽ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാനൊരു ബട്ടർഫ്ലൈയുടെ പിക്ചർ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാട്ടോ.
ഈ ആക്ടിവിറ്റി ക്ലിയർ ആയല്ലോ? റിവേഴ്സ് കളറിങ് ഇതാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് വരയ്ക്കാനൊക്കെയുള്ള കഴിവ് ഉണ്ടാവണമെന്നില്ല. നമുക്കും എനിക്ക് വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ ഞാൻ കുറെയൊക്കെ ട്രൈ ചെയ്യുന്നുള്ളൂ. വരയ്ക്കാൻ അറിയില്ല. അപ്പൊ നമുക്ക് ചില പിക്ചേഴ്സ് ഈസി വേയിൽ വരയ്ക്കാനായിട്ട് പറ്റും അല്ലെ? ചില അക്ഷരങ്ങൾ യൂസ് ചെയ്തിട്ട്, മലയാള അക്ഷരമായാലും ഇംഗ്ലീഷ് അക്ഷരം യൂസ് ചെയ്തിട്ട് പിക്ചേഴ്സ് ഒക്കെ ആളുകൾ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ വരച്ച് പഠിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ടെഡി ബെയറിനെയാണ് വരച്ചത്. ആദ്യം ഒരു സർക്കിൾ ആണ്, ആദ്യം ഒരു സർക്കിൾ, പിന്നെ ചെവി വരച്ചു, കണ്ണ് വരച്ചു, വാ വരച്ചു, പിന്നെ കയ്യ്, വയറ്, കാല് ഒക്കെ വരച്ച് ആ ടെഡി ബെയറിനെ കംപ്ലീറ്റ് ചെയ്തു. ഇത് ഞാൻ തന്നെ വരച്ചതാ. അത് എളുപ്പമുണ്ടായിരുന്നു. ഓരോരോ ഭാഗങ്ങളായിട്ട് വരച്ചു വന്നപ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് അത് വരയ്ക്കാൻ പറ്റും. വൃത്തിയൊന്നും ആയില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ട്രൈഡ് അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻ അതറിയാലോ. അപ്പൊ 6 സ്റ്റെപ്പ് കൊണ്ടാണ് ആ ടെഡി ബെയറിനെ വരച്ചു തീർത്തത്. ഇത് തന്നെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാറുണ്ട്, ഈ ലീനിയും അങ്ങനെയൊക്കെ മലയാളം ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാട്ടോ ആക്ടിവിറ്റി ആയിട്ട്. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി, ലെറ്റേഴ്സ് യൂസ് ചെയ്തത് വേറൊരു ആക്ടിവിറ്റി, അങ്ങനെയൊക്കെ ചെയ്തോളൂ. ക്ലിയർ ആയോ? ഈസി മെത്തേഡ് ടു ലേൺ, എങ്ങനെ വരയ്ക്കാം എന്നുള്ളത്. ഇനി നമുക്കൊരു പിക്ചർ ഫുൾ വരച്ചത് തന്നിട്ടുണ്ടായിരിക്കും. അത് നോക്കി അതുപോലെ തന്നെ റീഡ്രോ ചെയ്യാനായിട്ട്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, വലിപ്പം അതുപോലെ തന്നെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കും. ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിന്റെ ഉള്ളില് കുട്ടികൾക്കും ആ ഒരു ഔട്ട്ലൈൻ സെപ്പറേറ്റ് കൊടുത്തിട്ട് ആ പിക്ചർ അതിന്റെ ഉള്ളിൽ നിൽക്കണം. ഞാൻ ഇവിടെ ഒരു എളുപ്പത്തിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് വരച്ചത്. അതിനെ ഒരു വലിയ ബോക്സിനകത്താക്കി അതേപോലെ ഒരു റെക്ടാംഗിൾ പോലെ ഒരു ബോക്സ് വരച്ചു കൊടുത്തു. അതിന്റെ ഉള്ളിൽ ഈ പിക്ചർ നിൽക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ട്രൈ ചെയ്യൂലേ ഈ ഒരു വലിപ്പം തന്നെ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് കുട്ടികൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ പെർഫെക്റ്റ് ആകണം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ടൈം എടുക്കും. അവർക്ക് ഉള്ള ടൈം കൊടുക്കണം നമ്മൾ. ടൈമും അവരുടെ സ്പീഡിനും അനുസരിച്ച് അവർ ചെയ്യും. അപ്പൊ അവര് ഈ ബോക്സിന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച് സെയിം പിക്ചർ റീഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ വരയ്ക്കേണ്ട പിക്ചർ എല്ലാ കുട്ടികൾക്കും വരയ്ക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കൊടുക്കണം. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒരു ഗിഫ്റ്റ് ബോക്സ് സെലക്ട് ചെയ്തത്. അതാകുമ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും അതിൽ കാണാനില്ല. പിന്നെ ചുമ്മാ ഒരു പിക്ചർ കൊടുക്കുക, ക്രയോൺസ് യൂസ് ചെയ്തിട്ട് അതിന് കളർ കൊടുക്കും. ക്രയോൺസോ ഓയിൽ പേസ്റ്റൽസോ എന്തായാലും ഇഷ്ടമുള്ള പിക്ചർ എടുക്കാം കേട്ടോ. അധികം സ്മോൾ ഡീറ്റെയിൽസ് ഇല്ലാത്ത വലിയൊരു പിക്ചർ എടുത്ത് പിന്നെ ഓഡ് വൺ കണ്ടുപിടിക്കുക. ഇതൊക്കെ തന്നെ ഞാൻ വരച്ചാട്ടോ. ഇതൊക്കെ പിന്നെ സിമ്പിൾ ആയിട്ട് കൈകൊണ്ട് വരയ്ക്കാൻ പറ്റി. കുട്ടികൾ വീട്ടിലെ സാധനങ്ങളുമായിട്ട് നല്ല പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഓഡ് വൺ കണ്ടുപിടിക്കും. ഞാൻ ബക്കറ്റ്, ടവല്, സോപ്പ്, പിന്നെ ഒരു നോട്ട് ബുക്ക്, അവർക്ക് ഈസി ആയിട്ട് ഓഡ് വൺ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മിസ് ഇത് ഒട്ടിക്കണോണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഡ്രോ ഓർ പേസ്റ്റ് അത്രേ ഉള്ളൂ. ഒട്ടിക്കണോണ്ട് കുഴപ്പമില്ല. പിന്നെ എഴുതുന്നതിനേക്കാളും കുട്ടികൾക്ക് ഇഷ്ടം വരയ്ക്കാനായിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എഴുതാൻ 10 പ്രാവശ്യം എന്ന് എഴുതാൻ പറഞ്ഞാലും കുട്ടിക്ക് അത് ടീച്ചറുടെ നിർബന്ധം കൊണ്ട് പേടിച്ചിട്ടൊക്കെ ചിലപ്പോ 10 പ്രാവശ്യം എഴുതി വെക്കുമായിരിക്കും. 11ാമത്തെ പ്രാവശ്യം എഴുതാൻ പറഞ്ഞാൽ അത് തെറ്റിക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ? എത്ര ഇമ്പോസിഷൻ കൊടുത്താലും അവര് അത് പഠിക്കാൻ വേണ്ടി ഒരിക്കലും അവരത് എഴുതില്ല. തീർക്കാൻ വേണ്ടിയിട്ട് എഴുതും. അപ്പൊ നമ്മൾക്ക് കുട്ടിക്ക് ലേണിംഗ് ആണ് വേണ്ടത്. അതിന് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ലേണിംഗ് ആവുമ്പോൾ അവർ പഠിക്കും. ആൽഫബറ്റ്സും നമ്പേഴ്സും കളർ ചെയ്യാനായിട്ട് കൊടുക്കാം. ഇതുപോലെ ആൽഫബറ്റ്സ് വലുതായിട്ട്
നമ്മളിങ്ങനെ ഇതുപോലെ സ്റ്റെൻസിൽ പോലുള്ള ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, അതുപോലെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് കുട്ടികളോട് കളർ ചെയ്യാൻ പറയാം. അപ്പൊ ആ ഷേപ്പിൽ അവർ കളർ ചെയ്യുമല്ലോ, അങ്ങനെ അവർ ആൽഫബറ്റ്സുമായിട്ട് ഫെമിലറൈസ് ആക്കും. അതുപോലെ തന്നെ ഡിജിറ്റ്സ് കളർ ചെയ്യാനായിട്ട് കൊടുക്കുക. ഇത് നെക്സ്റ്റ് വൺ ഷോ ദ വേ, വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ നമ്മൾ ബാലരമയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു കൊച്ചു പപ്പിക്ക് അതിന്റെ കെനലില് അതിന്റെ വീടുണ്ടല്ലോ അതിലേക്ക് എത്താനുള്ള വഴി കണ്ടുപിടിക്കും. രണ്ട് പിക്ചർ എനിക്ക് കിട്ടി, ഞാനത് പേസ്റ്റ് ചെയ്തുകൊണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പൈറൽ ആകൃതിയിലൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചു. ആ വഴിയിൽ ചിലതൊക്കെ ബ്ലോക്ക് ചെയ്തു, ഒരെണ്ണം ഓപ്പൺ ആക്കി വെച്ചു. അതിലൂടെ ഈസി ആയിട്ട് അതിന്റെ കെനലിൽ എത്താനായിട്ട് സാധിക്കും. കുറച്ചു മുമ്പ് നമ്മള് ആൽഫബറ്റ്സ് നമ്പേഴ്സ് കളർ ചെയ്യാനായിട്ട് കൊടുത്തില്ലേ, അതുപോലെ തന്നെ റിവേഴ്സ് കളറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആൽഫബറ്റ്സ് നമ്പേഴ്സും എഴുതി വെച്ചു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്തു. അപ്പൊ ആ വൈറ്റ് കാണുന്നത് മാത്രമേ കുട്ടി കളർ ചെയ്യുള്ളൂ. കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ഒക്കെ കൂട്ടാനുള്ള ഒരു മാർഗം. പിന്നെ അടുത്തൊക്കെ ഞാൻ വരച്ചു തന്നെ കേട്ടോ, സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നൊക്കെ വരച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷാഡോ. ഒരു കൈറ്റ് ആണ് ഞാൻ മുകളിൽ വരച്ചേക്കുന്നത്, താഴെ അതിന്റെ 3 ഷാഡോ പോലെ കൊടുത്തിട്ടുണ്ട്. ആ കൈറ്റ് നോക്കിയിട്ട് കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. കൈറ്റ് തന്നെ വേണമെന്നില്ല, എന്തുമാകാം. ബാക്കിയുള്ളത് ഞാൻ അടുത്ത ക്ലാസ് പറഞ്ഞാൽ മതി, എത്രയുണ്ട് നോക്കട്ടെ കേട്ടോ. അധികം ഉണ്ട്, അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. ഇനി ഒന്ന് ഓർപ്പിച്ചാൽ മതി, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അതങ്ങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞതിന്റെയൊക്കെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക, ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തുടങ്ങുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഡീറ്റെയിൽസ് കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചു. എന്റെ റെക്കോർഡ് ബുക്ക് ഒരു സൈഡില് വരയും മറ്റേത് പ്ലെയിനും ആയിട്ടാ, അപ്പൊ അതില് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അതോ വേറെ മേടിക്കണോ? ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ വാങ്ങണ്ട. കാരണം നമുക്ക് എല്ലാ റെക്കോർഡും അങ്ങനെയാ, ഒരു സൈഡ് പ്ലെയിനും വരയിട്ട് പോകുന്നു. അത് 5 അങ്ങനെയാ മേടിച്ചത്. ഓ ശരി, ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാ. മനസ്സിലായി. കാരണം നമുക്ക് ഈ പടമൊക്കെ വരുന്നത് ലൈനിന്റെ മുകളിൽ വരുമ്പോ ആകെ എന്തോ പോലെ തോന്നും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ലൈൻസ് ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് റെഫറൻസ് ആണ്, കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ. വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരച്ചിട്ട് റൈറ്റ് സൈഡിൽ അതിന്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പോലെയോ ക്വസ്റ്റ്യൻ പോലെയോ എഴുതി വെച്ചാൽ മതി. ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആണത്. ചിലത് ഒട്ടിക്കാനുള്ളതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ പടം വരച്ച് ഇപ്പൊ ABCD ഒക്കെ ഇങ്ങനെ വരച്ച് നമുക്ക് ഔട്ട് സൈഡ് ഷെയ്ഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു പ്ലെയിൻ പേപ്പർ ആയിരിക്കും നല്ലത്. ലെഫ്റ്റ് സൈഡിൽ അത് ചെയ്യുക, അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ റൈറ്റ് സൈഡിൽ ക്വസ്റ്റ്യനും കാര്യങ്ങളും എഴുതി വെക്കും. വേറെ മേടിക്കാതായിരിക്കുന്നത്, വേറെ മേടിക്കണ്ട, നമ്മളുടെ റെഫറൻസിനുള്ളതല്ലേ, നമ്മൾ എവിടെയും കൊണ്ട് കൊടുക്കാനുള്ളതൊന്നുമല്ലല്ലോ, നമ്മളുടെ സ്വന്തമാണ്, കുഴപ്പമില്ല. നമുക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ, വേറെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വേണ്ടി ചെയ്യാം. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.